നമുക്കെല്ലാം നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം അറിയാമല്ലേ. പതാകയുടെ നിറങ്ങൾ ഏതൊക്കെയാണെന്നും അശോക ചക്രം, അതിൻ്റെ ആരക്കാരുകൾ, അങ്ങനെയല്ല. ഇതെല്ലാം നമ്മൾ 1-ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഇതിനാരാണ് നിറം നൽകിയതെന്ന്, അല്ലെങ്കിൽ ഇതിൽ ആരാണ് രൂപകൽപ്പന ചെയ്തത്, നിറങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതെന്നൊക്കെ? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ എന്നൊരാളാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ മച്ചിലിപ്പട്ടണം എന്ന സ്ഥലത്താണ് ജനിച്ചത്. 1876 ഓഗസ്റ്റ് 2-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 1916 അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പതാക എങ്ങനെ ഇരിക്കണം എന്നത് സംബന്ധിച്ച് 30 രൂപകൽപ്പനകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. 1921 വിജയവാഡയിൽ നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ വെച്ചാണ് പിംഗലി വെങ്കയ്യയുടെ ദേശീയ പതാകയുടെ മാതൃകാ രൂപം ഗാന്ധിജി അംഗീകരിച്ചത്. 1947 ജൂലൈ 22-ന് കൂടിയ ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത്. സ്വയംഭരണ ഇന്ത്യയുടെ ദേശീയ പതാകയായ 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെയും അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെയും ദേശീയ പതാകയായി ഇത് മാറി. പതാകയുടെ മുകളിൽ കുങ്കുമ നിറവും നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത്. മധ്യത്തായി നാവിക നീല നിറമുള്ള 24 അരങ്ങളുള്ള അശോക ചക്രവും അവലോകനം ചെയ്തിരിക്കുന്നു. പതാകയുടെ വീതിയും നീളത്തിൻ്റെയും അനുപാതം 2:3 ആയിരിക്കണം. ഖാദി കൊണ്ട് മാത്രമേ പതാക നിർമ്മിക്കുക എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ പറയുന്നു. 2022 ജനുവരി 24-നാണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇനി നമുക്ക് നിറങ്ങൾ നോക്കാം. പതാകയുടെ നിറങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുവെന്ന്. കുങ്കുമം സാഫ്രോൺ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പച്ച നിറം അഭിവൃദ്ധിയെയും വിശ്വാസവും ഒപ്പം ഫലസമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. മധ്യഭാഗത്തുള്ള നീല നിറമുള്ള ചക്രം ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൻ്റെ നിന്നെടുത്തതാണ്. 24 അരക്കാരുകളുണ്ട് ഇതിന്. ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. കാവി ത്യാഗത്തെയും നിഷ്പക്ഷതയെയും സൂചിപ്പിക്കുന്നു.